കഴിഞ്ഞ വർഷം മാനസിക ആരോഗ്യത്തിനു വേണ്ടി 9 ബില്യൺ, അതായത് 90,000,00,000 രൂപയിലധികം ചെലവാക്കിയെന്ന് കണക്കുകൾ പറയുന്നു. 2015 കണക്കനുസരിച്ച് 20-ൽ ഒരാൾക്ക് മാനസികമായ സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെന്ന് കണക്കുകൾ പറയുന്നു. അതായത് നമ്മുടെ ജനസംഖ്യയുടെ 6% ആളുകൾ പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന്. ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ആണവ ആയുധങ്ങളോ നൂതന കണ്ടുപിടുത്തങ്ങളോ അയൽ രാജ്യങ്ങളോ ഒന്നുമല്ല. ഇതിനേക്കാളൊക്കെ അധികം ചിന്താകുലമാണ് എന്ന് ഒരു മനഃശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെടുന്നു. ചിലർക്ക് രാവിലെ കണ്ണ് തുറക്കുമ്പോൾ മുതൽ ചിന്താഭാരമാണ്. ഈ ചിന്താഭാരം കൂടി ഉറക്കം പോലും കിട്ടാത്തവരാണ് മറ്റു ചിലർ. ഇങ്ങനെയുള്ളവർ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്ന ചിന്ത, അയ്യോ അപകടമുണ്ടാകുമോ, എന്നെ ആരെങ്കിലും ഉപദ്രവിക്കുമോ? ജോലി ചെയ്യുന്നവരാണെങ്കിൽ അയ്യോ എൻ്റെ ജോലി നഷ്ടപ്പെടുമോ? തിരിച്ച് വെളിയിൽ പോകുമ്പോൾ അയ്യോ കതക് പൂട്ടിയിരുന്നോ? പിള്ളേരെ പറ്റിയുള്ള ആകുലതകൾ, അയ്യോ പരീക്ഷ വരുന്നു, പരീക്ഷയിൽ എൻ്റെ കുഞ്ഞ് ജയിക്കുമോ? ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ശരിയാണോ? കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഉലച്ചിലകൾ, ആകുലതകൾ, ഇങ്ങനെ പോകുന്നു കണക്കുകൾ. ലോകത്തിലെ തന്നെ വളരെ പ്രസിദ്ധനായ ഒരു കൗൺസിലർ തൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്: ദൈവവിശ്വാസം നഷ്ടപ്പെട്ടവരും ലോക ആഡംബരങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരുമാണ് ഏറ്റവും അധികം ചിന്താകുലം ഉള്ളവർ ആയിത്തീരുന്നത് എന്ന്. ഇതെത്ര ശരിയാണ്! ഇതേപ്പറ്റി മെഡിക്കൽ സയൻസ് പറയുന്നത്, ചിന്താകുലത്തോടെ ജീവിക്കുമ്പോൾ അത് അവരുടെ ശരീരത്തെ ബാധിക്കുന്നുവെന്നും അവർ ക്ഷീണിതരാകുന്നുവെന്നും അവർക്ക് ശ്വസിക്കുവാൻ കഴിയാതെ വരുന്നു, അവർ ധാരാളം വിയർക്കുന്നു, അവർക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാകുന്നു, ശാരീരിക വേദന ഉണ്ടാകുന്നു, തലവേദന ഉണ്ടാകുന്നു. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ചിന്താഭാരം മുഴുവൻ ഞരമ്പുകളുടെ വിചാരമായിത്തീരുന്നു. എന്നാൽ വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, മനുഷ്യൻ ഭയപ്പെടുന്ന, വിചാരപ്പെടുന്ന പല ചിന്താകുലങ്ങളും വളരെ ചുരുക്കമായി അവരുടെ ജീവിതത്തിൽ അനുഭവമായി തീരുന്നു എന്നുള്ളതാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അവർ ചിന്തിക്കുന്ന 10 കാര്യങ്ങളിൽ 9ഉം അത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും യാഥാർത്ഥ്യമായി തീരുകയില്ല എന്നാണ്. യേശു കർത്താവ് ചിന്താകുലമുള്ള ആളുകളെപ്പറ്റി പറയുന്നത്, നിന്റെ ചിന്താകുലങ്ങളെല്ലാം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിനക്കായി കരുതുന്നു എന്നാണ്. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, എന്നെ അനുഗമിക്കുന്ന നിങ്ങളെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെയോ ഭാവിയെപ്പറ്റിയോ നിങ്ങൾ ഒരിക്കലും വിചാരപ്പെടേണ്ട, ചിന്താകുലപ്പെടേണ്ട എന്നാണ് പറയുന്നത്. ദൈവം നമ്മോട് ഓരോ ദിവസവും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ തലമുറയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും ഉത്തമമായ ഉപദേശം തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ താൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? നമ്മുടെ സ്വർഗസ്ഥനായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കുമ്പോൾ, ഒരു ദൈവത്തിൻ്റെ പൈതലായി യേശുവിനെ അനുഗമിക്കുമ്പോൾ, അവൻ നമുക്കായി കരുതുന്നു, അവൻ നമ്മോട് ഒപ്പം യാത്ര ചെയ്യുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 09880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.